കൊച്ചി ടസ്കേഴ്സുമായുള്ള തർക്കത്തിൽ BCCIക്ക് തിരിച്ചടി. ആർബിട്രേഷൻ ഉത്തരവ് ചോദ്യം ചെയ്ത BCCI ഹർജി ബോംബെ ഹൈക്കോടതി തള്ളി. IPL ടീമായിരുന്ന കൊച്ചി ടസ്കേഴ്സിന് 538 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. കരാർ ലംഘനം ആരോപിച്ച് ടസ്കേഴ്സിനെ IPLൽ നിന്ന് പുറത്താക്കിയിരുന്നു. BCCI തീരുമാനത്തിനെതിരെയായിരുന്നു ആർബിട്രേഷൻ ഉത്തരവ്. അടിയന്തര ഘട്ടത്തെ നേരിടാനും തരണം ചെയ്യാനും കുവൈറ്റ് സജ്ജമാണെന്ന് ദേശീയ സമിതി. രാജ്യത്തെ വിവിധ ഗവൺമെന്റ് ഏജൻസികളും ദേശീയ സമിതിയും യോഗം ചേർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിലയിരുത്തി. ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ശേഖരമുണ്ടെന്ന് വാണിജ്യ മന്ത്രാലയം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യത്തിലാണ് കരുതൽ ഭക്ഷ്യശേഖരത്തെ സംബന്ധിച്ച് അധികൃതർ ഉറപ്പു നൽകിയത്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാലും മാസങ്ങളോളം ആവശ്യമായ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ രാജ്യത്തുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഭക്ഷണം, വെള്ളം എന്നിവയുടെ ക്ഷാമം ഉണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള അപകട സാധ്യതകളും സുരക്ഷാ നടപടികളും പ്രത്യേക യോഗം വിലയിരുത്തി. രാജ്യത്തെ ഊർജ്ജ, ജല, ആരോഗ്യ മേഖലയിലെ അടിയന്തര സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടാനുള്ള സുപ്രധാനമായ മേഖലകളുടെ തയ്യാറെടുപ്പുകളും ഏകോപനങ്ങളും എന്നിവയും യോഗത്തിൽ വിലയിരുത്തി. വിമാനത്താവളത്തിന്റെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ നിർദ്ദേശ നടപടികൾ ദേശീയ സമിതി വിലയിരുത്തി. ഇസ്രായേൽ-ഇറാൻ സംഘർഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് സൃഷ്ടിക്കുന്ന സോഷ്യൽ മീഡിയയിലെ വികലമായ വാർത്തകളും പ്രചരണവും നിരീക്ഷിക്കുന്നുണ്ടെന്നും അത്തരക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും രാജ്യത്തെ അംഗീകൃത വാർത്താ ഏജൻസികളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ നിന്നും ക്യാമറമാൻ അദ്വൈതനോടൊപ്പം IB സുനീഷ്, വെങ്ങര.